Good morning. Good morning, Miss. Good morning, all. Okay, screen share ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്ക്രീൻ കാണാലോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ HRM എന്താണ് അതിന്റെ മോഡൽസ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സ് നമ്മൾക്ക് സ്കേഴ്സ് ആണ്. അവരെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും മാനേജ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മളുടെ HRM-നാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനാണ്. സോ ഈ ഹ്യൂമൻ റിസോഴ്സിനെ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും മാനേജ് ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അതുവഴി അച്ചീവ് ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതേപോലെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എങ്ങനെയാണ്? സ്കേഴ്സ് ആണ്. അപ്പൊ ആ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ സ്ഥാപനത്തിലുള്ള വർക്കേഴ്സിനെ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ. അതേപോലെ നമ്മൾ എംപ്ലോയീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ജോബ് ചെയ്യാൻ ആവശ്യമുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റും പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഈ എംപ്ലോയീസിനെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. മോട്ടിവേറ്റും ട്രെയിനിങ് ഒക്കെ കൊടുത്താലാണ് എംപ്ലോയീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും റീസണബിൾ ആയിട്ടുള്ള പേയും അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ സാലറി കൂടാതെ അതർ അലവൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സോ അതേപോലെ തന്നെ അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡും കൂടി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഭൂരിഭാഗം കുട്ടികളും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ മാസ്ലോ നീഡ് ഓഫ് ഹയറാർക്കി പഠിച്ചിട്ടുണ്ട്, നീഡ്സുകൾ പഠിച്ചിട്ടുണ്ടോ? മാസ്ലോ നീഡ് ഓഫ് ഹയറാർക്കി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ല? മാസ്ലോ നീഡ് ഓഫ് ഹയറാർക്കി പഠിച്ചിട്ടുണ്ട് മിസ്. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് നമ്മുടെ ഏറ്റവും അവസാനത്തെ നീഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. എന്ത് നീഡാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഓക്കെ, ജസ്റ്റ് ഞാനൊരു ഇമേജ് എടുത്തിട്ടേക്കാം കേട്ടോ. ഓക്കെ, നോക്കി, ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ്, ദെൻ സേഫ്റ്റി, ലവ് ആൻഡ് ബിലോങ്നെസ്, എക്സ്റ്റീം, ദെൻ ലാസ്റ്റ് വരുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. അപ്പൊ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ആർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? നമ്മുടെ എംപ്ലോയീസിനെ അച്ചീവ് ചെയ്യാൻ പറ്റും. അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. അതുവഴി നല്ലൊരു വർക്കിംഗ് ലൈഫ്, അതെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള ഒരു വർക്കിംഗ് ലൈഫ്, നല്ല വർക്കിംഗ് ലൈഫ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം അവിടുത്തെ എംപ്ലോയീസ് തമ്മിൽ നല്ല ഇന്ററാക്ഷൻ ഉണ്ട്, നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും, ഒരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടും. നമ്മൾ പല എന്താ പറയാ, പല ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളൊരു സ്ഥാപനത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ എന്താ പറയാ, നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, ഫ്രണ്ട്സിനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കായാലും ആ സ്ഥാപനത്തിൽ പോകാനായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടാവും, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ ഒരു നല്ല ക്വാളിറ്റി വർക്കിംഗ് ലൈഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ HRM ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് HR പോളിസീസ്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന പോളിസീസ് എംപ്ലോയീസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തൊരു പോളിസി നമ്മുടെ എന്താ പറയാ വർക്കേഴ്സ് ആയിട്ട് എംപ്ലോയീസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു പോളിസീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്?
HRM ആണ്. ടോപ്പ് മാനേജ്മെന്റ് അത് എന്ത് ചെയ്താല് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാല് അത് എംപ്ലോയീസിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആയിരിക്കും. ഇതുവഴി നമുക്ക് എംപ്ലോയീസിന്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് പറ്റും. അവർ വർക്ക് ചെയ്യുമ്പോൾ ആ ഫുൾ എഫേർട്ടോട് കൂടി 100% സാറ്റിസ്ഫാക്ഷനോട് കൂടി അവർക്ക് ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അലോ ചെയ്യാനായിട്ട് അവരെ പറ്റും. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM ആണ് പറയുന്നത്. നോക്കാട്ടോ, റീഡ് ചെയ്യാണ്. ടു ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു അറ്റൈൻ ഇറ്റ്സ് ഗോൾസ് effectively and efficiently by providing competent and motivated employees. നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനെയും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യണം. അവരെ എഫക്റ്റീവ്ലിയും ആൻഡ് എഫിഷ്യന്റ്ലിയും നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. To use the available human resource effectively, to utilize the available human resource effectively. ഞാൻ പറഞ്ഞു നമ്മുടെ റിസോഴ്സ് ഒക്കെ എങ്ങനെയാണ്? സ്കേഴ്സ് ആണ്. അപ്പൊ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ കയ്യിലുള്ള ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. To provide organization with well trained and well motivated employees. നമ്മുടെ ഓർഗനൈസേഷന് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള വെൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? HRM-നാണ്. നമുക്കറിയാം HRM ആണ് എംപ്ലോയീസിനെ, കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? HR മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ നല്ല വെൽ ട്രെയിൻഡും വെൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? HRM-നാണ്. To increase the employee satisfaction and self-actualization. നമ്മുടെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയീസ് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്യണമെങ്കിൽ അധികം എറേഴ്സ് ഒന്നും വരാനുള്ള ചാൻസ് കുറവാണ്. എറേഴ്സ് വരിക. അതേപോലെ തന്നെ ആ എംപ്ലോയീസിന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ വീണ്ടും അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു നമ്മുടെ സ്ഥാപനത്തിന് നല്ല ഒരു വർക്ക് ഫോഴ്സിനെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ക്വാളിറ്റി, വർക്ക് ലൈഫ്, വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ആർക്ക് പറ്റും? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് പറ്റും. ടു കമ്മ്യൂണിക്കേറ്റ് HR പോളിസീസ് ടു ഓൾ എംപ്ലോയീസ്. എംപ്ലോയീസ് ആയിട്ട് HR പോളിസീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് പറ്റും. ടോപ്പ് മാനേജ്മെന്റ് ആണ് ഈ HR പോളിസീസ് എന്ത് ചെയ്യണത്? പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ HRM-ഉം അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കൂടിയിട്ട് ടോപ്പ് മാനേജ്മെന്റ് കൂടി എന്ത് പോളിസീസ് കുറെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് അവര് എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. സോ ടു ഇൻക്രീസ് ഫുള്ളസ്റ്റ് ദ എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, അത് റിപ്പീറ്റ് ആണ് തോന്നുന്നത് കേട്ടോ. എംപ്ലോയീസിന്റെ ജോബ് സാറ്റിസ്ഫാക്ഷനും കൂടണം, സെൽഫ് ആക്ച്വലൈസേഷൻ നേടും ഇൻക്രീസ് ചെയ്യുക എന്ന ഉത്തരവാദിത്വം കൂടെ ആർക്കുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, നമ്മള് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM ആണ് പറഞ്ഞത്. ജസ്റ്റ് പറയുകയാണെങ്കിൽ നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ്ലിയും ആൻഡ് എഫിഷ്യന്റ്ലിയും നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? HRM-നാണ്. നമ്മുടെ കയ്യിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം HRM-നുണ്ട്. അതേപോലെ HRM ആണ് വെൽ ട്രെയിൻഡും വെൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിലേക്കോ ഓർഗനൈസേഷനിലേക്കോ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വഴി എംപ്ലോയീസിന് നല്ല അവരുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനും സെൽഫ് ആക്ച്വലൈസേഷൻ ലീഡ് അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുവഴി നല്ലൊരു ക്വാളിറ്റി വർക്കിംഗ് ലൈഫ് നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. HR പോളിസീസ് എംപ്ലോയീസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? HRM-നാണ്. 7th പോയിന്റ് റിപ്പീറ്റ് ആണ്. ഓക്കെ, ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ ചോദിക്കാം. നമ്മള് കൊമേഴ്സിൽ അങ്ങനെയാണല്ലോ പഠിക്കാറ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്. അപ്പോ എന്താ പറയാ, HRM-ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. HRM ആണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതും ഹയർ ചെയ്യുന്നതും. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, വെൽ നോളജ് ഉള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതും ഹയർ ചെയ്യുന്നതും ആരാണ്? HR ആണ്, HRM ആണ്. ഓക്കെ,
അവർക്ക് വേണ്ട ടെസ്റ്റും ഇന്റർവ്യൂസും കണ്ടക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തന്നെയാണ്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസ്, അതേപോലെ തന്നെ അവര് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ്, അതെല്ലാം എന്ത് ചെയ്യാനായിട്ട് ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇന്ന പോലെയാണ് പോകുന്നത്, ഓർഗനൈസേഷന്റെ ഗോൾസ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിലാണ്, നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ വർക്കിംഗ് എത്താനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് HRM ആണ്. അതേപോലെ നമ്മുടെ എംപ്ലോയീസിന് വേണ്ട ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു. നമുക്കറിയാം നമ്മൾ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? HRM-നാണ്. അതേപോലെ ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ ഇവാലുവേറ്റ് ചെയ്യുക, അവർ ചെയ്ത വർക്ക് അവര് ഇവാലുവേറ്റ് ചെയ്യാം, വർക്കേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതും. ഇനി അതിൽ നല്ല എംപ്ലോയീസ് ഉണ്ട്, നന്നായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി എഫേർട്ട് എടുക്കുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഉത്തരവാദിത്വം ആരാണ്? HRM-നാണ്. അതേപോലെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ആരെങ്കിലും ക്വിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ജീവനക്കാരൻ ജോലി ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോകുന്നത് എന്നുള്ള കാര്യം, ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനാണ്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് ചോദിക്കാനും അതിന്റെ ആൻസർ കണ്ടെത്തുന്നതും ആരാണ്? HRM ആണ്. അതേപോലെ നമ്മളുടെ എംപ്ലോയീസിന്റെ അടുത്ത് നിന്ന് ഒരുപാട് സജഷൻസ്, നമ്മൾ ഓരോ എംപ്ലോയീസിന്റെ അടുത്ത് നിന്നും സജഷൻസ് കളക്ട് ചെയ്യുക. അവരുടെ സജഷൻസ് കറക്റ്റ് ആണെങ്കിൽ അതിന് വേണ്ട നടപടി എടുക്കേണ്ടതും ആരാണ്? HRM ആണ്. ഓക്കെ, നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? HRM ആണ്. അതേപോലെ നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവരുടെ നോളജ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുക, സെമിനാറുകൾ, വെബിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? HRM-ന്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ എംപ്ലോയീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക, അതും ആരുടെ ഉത്തരവാദിത്തമാണ്? HRM-ന്റെ ഉത്തരവാദിത്തമാണ്. ടേക്ക് വേരിയസ് പ്രിപ്പറേഷൻസ്, അതേപോലെ തന്നെ നമുക്ക് ഞാൻ പറയാം, ഒരു ഹയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് എന്ത്? ഹയറിംഗ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന എംപ്ലോയി കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് പ്രിക്വേഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മളൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആയിരിക്കണം ആര് റിക്രൂട്ട് ചെയ്യേണ്ടത്? HR ആണ് റിക്രൂട്ട് ചെയ്യേണ്ടത്. ഇനി എംപ്ലോയീസിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷൻ, ഇന്ന എംപ്ലോയി ഇന്ന ജോബ് ചെയ്യട്ടെ, ഇന്ന എംപ്ലോയി ഇന്ന ജോബ് ചെയ്യട്ടെ എന്നുള്ളൊരു സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? HRM ഡിപ്പാർട്ട്മെന്റ് ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഓരോ എംപ്ലോയീസിന്റെയും ജോബ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ജോബ് എൻറിച്ച്മെന്റ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോബ് റൊട്ടേഷനും അതേപോലെ തന്നെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? പ്രമോഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് ഇല്ലേ? എംപ്ലോയീസിന് കുറച്ചും കൂടി നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിൽ അവർ നന്നായിട്ട് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്? പ്രമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുക, അതെല്ലാം നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മളുടെ HR ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ, then development relationship between labor and management. HRM ആണ് നമ്മുടെ ടോപ്പ് മാനേജ്മെന്റും ലോവർ ലെവൽ മാനേജ്മെന്റും ആയിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കണം HRM ടോപ്പ് മാനേജ്മെന്റും ലോവർ ലെവൽ മാനേജ്മെന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് മാത്രം തന്നെ പെടുന്നതാണ് HRM-ന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ UPC തന്നെ വരുന്ന ഒരു കാര്യമാണ് എന്ത്? ബെറ്റർ റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ എംപ്ലോയീസിനോടായാലും ടോപ്പ് മാനേജ്മെന്റിനോടായാലും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? HRM ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നോക്കാം, നമുക്ക് ടെസ്റ്റിലേക്ക് വരാം.
1 minute കേട്ടോ. ഓക്കെ, നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് HRM റിക്രൂട്ട്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിക്രൂട്ട് ആൻഡ് ഹയർ ദ പീപ്പിൾസ് to fill the vacant positions of the organization. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വേക്കന്റ് ആയിട്ട് കിടക്കുന്ന പൊസിഷനിലേക്ക് ആക്ട് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, അവരെ ഫിൽ ചെയ്യുക. റൈറ്റ് എംപ്ലോയി ഫോർ ദ റൈറ്റ് ജോബ്, കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ കറക്റ്റ് ആയിട്ടുള്ള ജോബിലേക്ക് പ്ലേസ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? HRM-നാണ്. ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ സാധാരണ രീതിയിൽ നമ്മൾ ജസ്റ്റ് അവരെ കാണുമ്പോൾ തന്നെ സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. അവരുടെ നോളജിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്ത് നമ്മളുടെ സ്ഥാപനത്തിന് ഇവർ ആപ്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത്. HRM takes various tests and interview to select peoples. അവരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് ടെസ്റ്റും ഇന്റർവ്യൂസും ആര് കണ്ടക്ട് ചെയ്യാറുണ്ട്? HRM കണ്ടക്ട് ചെയ്യാറുണ്ട്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് മാനേജ്മെന്റ്. HRM tries to communicate with top management. ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇൻ ഹെൽപ്പിംഗ് ടു ഫോർമുലേറ്റ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ്, മാർഗങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് HRM എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് അറേഞ്ച് ട്രെയിനിങ്. HRM give or arrange training program to improve the skill of the employees. നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? HRM-നുണ്ട്. HRM ആണ് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇവാലുവേറ്റ് ദ പെർഫോമൻസ്. ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. പെർഫോമൻസ് അപ്രൈസൽ അത് ഇവാലുവേറ്റ് ചെയ്യുകയും പിന്നെ ഏതെങ്കിലും എംപ്ലോയി നന്നായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഉത്തരവാദിത്വം HRM-നാണ്. HRM ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ഓൺ ദിസ് ഇവാലുവേഷൻ എംപ്ലോയീസ് ഗെറ്റ് പ്രൊമോട്ടഡ്. അപ്പൊ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതും ആരാണ്? HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. എക്സിറ്റ് ഇന്റർവ്യൂ അതൊന്ന് നോട്ട് ചെയ്യണം. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു എംപ്ലോയി പിരിഞ്ഞു പോവാണ്, ജോലി വേണ്ട എന്ന് പറഞ്ഞ് പോവാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുന്നത്, അതിനെന്താണ് റീസൺ എന്ന് നമ്മൾ ആര് ചോദിക്കും? HRM ആണ് ചോദിക്കുന്നത്. അതിന്റെ റീസൺ എന്താണ്? നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അത് കണ്ടെത്തുന്നത് ആരാണ്? HRM ആണ്. HRM takes exit interview when an employee quits his job. അദ്ദേഹത്തിന്റെ ജോബിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? HRM ആണ്. അതേപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ അടുത്ത് നിന്ന് സജഷൻസ് ഉണ്ടാവും. എംപ്ലോയീസിനെ കുറച്ചും കൂടി ഇത്രയും ഇംപ്രൂവ് ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ കാര്യങ്ങൾക്ക് സജഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ സജഷൻസ് കളക്ട് ചെയ്യുന്നത് ആരാണ്? HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. Collect various suggestions. HRM tries to collect various suggestions from the employees. നമ്മുടെ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് ഒക്കെ കളക്ട് ചെയ്യുകയും അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? HRM തന്നെയാണ്. കാരണം ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് നമ്മുടെ എംപ്ലോയീസിന് ലോവർ ലെവൽ എംപ്ലോയീസിന് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. സോ ഒരു ലിങ്ക് എന്ന് പറയുന്നത് ആരാണ്? HRM ആണ്. അപ്പൊ അതുകൊണ്ട് HRM-നോടായിരിക്കും അവർക്ക് വേണ്ട സജഷൻസും ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ HRM എന്ത് ചെയ്യും? ടോപ്പ് മാനേജ്മെന്റിനോട് ഈ കാര്യങ്ങൾ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, helps the organization top management to implement various techniques. നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് ഒരുപാട് ടെക്നിക്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്.
നമ്മൾ ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സുകൾ ആര് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്? ടോപ്പ് മാനേജ്മെന്റ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടെക്നിക്സുകളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? HRM ആണ്. ടോപ്പ് മാനേജ്മെന്റിന് നല്ല രീതിയിൽ ഈ ടെക്നിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? HRM ആണ്. HRM helps the organizational top management in implementing various techniques to the help the organization to go ahead. ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താ പറയാ വേരിയസ് ടെക്നിക്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ടോപ്പ് മാനേജ്മെന്റിനെ HRM എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അറേഞ്ച് വേരിയസ് വർക്ക്ഷോപ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയാ സ്കില്ല് കൂട്ടാൻ വേണ്ടി നോളജ് കൂട്ടാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ട്രെയിനിങ് തന്നെയാണ്. പക്ഷെ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അറേഞ്ച് വേരിയസ് വർക്ക്ഷോപ്പ്. HRM ക്യാൻ അറേഞ്ച് വേരിയസ് വർക്ക്ഷോപ്സ് to increase the knowledge of the employee. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാം. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ വെബിനാർ ആവാം, സെമിനാർ ആവാം, അങ്ങനെ ഒരു അതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? HRM ആണ്. ഇനി അറേഞ്ച് മീറ്റിംഗ്. നമുക്ക് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഇങ്ങനെയൊക്കെയാണ്. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം. അതിന് മുൻകൈ എടുക്കേണ്ടതും ആരാണ്? നമ്മുടെ എംപ്ലോയീസ്. HRMനോട് പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ HRM അതെന്ത് ചെയ്യും? ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു മീറ്റിങ്ങിനുള്ള ഒരു എന്താ പറയാ ഒരു വെന്യൂ എന്ത് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. HRM arrange various meetings and seminars to discuss the problem that the employee face in the organization. നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനില്ല, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിംഗ്സ് HRM കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി ടേക്ക് വേരിയസ് പ്രിക്കോഷൻസ്. ഞാൻ പറഞ്ഞു എന്താണ്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ വേണം നമ്മുടെ ജോബിലേക്ക് എന്ത് ചെയ്യാനായിട്ട്, റിക്രൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് റൈറ്റ് എംപ്ലോയി ഫോർ ദ റൈറ്റ് ജോബ് ആണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. നമ്മുടെ എംപ്ലോയീസിനെ എന്ത് ചെയ്യുമ്പോൾ ഹയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അശ്രദ്ധ പാടില്ല. കുറച്ച് ശ്രദ്ധയോട് കൂടി, കുറച്ച് പ്രിപ്പറേഷനോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ. കാരണം നമുക്ക് ഒത്തിരി എഫേർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുക, എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക, സെലക്ഷൻ പ്രോസസ് ഫുള്ളും കണ്ടക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ് കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. സോ കുറച്ച് കൂടുതൽ പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ. HRM ടേക്ക് വേരിയസ് പ്രിക്കോഷൻ ടു പ്രിവെന്റ് നെഗ്ലെക്ട് ഹയറിംഗ്. അശ്രദ്ധയോട് കൂടിയുള്ള ഹയറിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HRM പ്രിക്കോഷൻസ് എടുക്കാറുണ്ട്. ഗീവ് ജോബ് സ്പെസിഫിക്കേഷൻ ഓഫ് ദ എംപ്ലോയി. നമ്മുടെ എംപ്ലോയീസിന്റെ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇന്ന ജോബ് ഇന്ന എംപ്ലോയി ചെയ്യണം, ഇന്ന ജോബാണ് ഇന്ന ഓരോ ആൾക്കാരും ചെയ്യേണ്ട ജോബുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്? HRMനുണ്ട്. അപ്പൊ ഗീവ് ജോബ് സ്പെസിഫിക്കേഷൻ ഓഫ് എംപ്ലോയി. HRM ഗീവ് ദ job specification of employee and the recruitment that an employee needed to be do it. ഇനി എംപ്ലോയീസിന്റെ ജോബ് സ്പെസിഫിക്കേഷനും അതിന് വേണ്ട റിക്രൂട്ട്മെന്റ്സും എന്താണ് എംപ്ലോയീസ് നീഡ് ചെയ്യുന്നത്, ആ റിക്രൂട്ട്മെന്റ്സും അറേഞ്ച് ചെയ്ത് കൊടുക്കാന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ്? HRMന്റെ ഉത്തരവാദിത്തമാണ്. ദിസ് ജോബ് എൻറിച്ച്മെന്റ്, ഞാൻ ജോബ് അപ്രൈസലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? HRM does various job enrichment, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയാ കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, എൻറിച്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെത്തേഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ജോബ് റൊട്ടേഷൻ. എന്താണ് ജോബ് റൊട്ടേഷൻ? നമ്മളൊരു ജോബിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 6 months ആ ജോബ് കഴിയുമ്പോൾ നമ്മൾ വേറൊരു പൊസിഷനിലേക്ക് ഇടാണ്. ഇപ്പൊ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് അക്കൗണ്ട്സ് വർക്ക് ആണെങ്കിൽ ദെൻ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാണ്. ദെൻ നമ്മൾ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ്
നമ്മുടെ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 വർഷം കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ഏരിയയെ കുറിച്ചിട്ട് വ്യക്തമായൊരു ധാരണ കിട്ടാണ്. സോ ജോബ് റൊട്ടേഷനും ജോബ് എൻലാർജ്മെന്റും ഒക്കെ എംപ്ലോയീസിനെ എന്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ എന്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിന് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഇനി ഡെവലപ്പ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. നമ്മൾ ലേബറും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, HRM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ലേബേഴ്സിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, HRM കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. HRM നേരിട്ട് അത് ആരോട് പറയുന്നുണ്ട്, ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും എന്താ പറയാ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനൊക്കെ ആര് നോക്കുന്നുണ്ട്, HRM നോക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം HRMന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. ഡെവലപ്പ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. ലേബറും മാനേജ്മെന്റും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് HRM ശ്രദ്ധിക്കുന്നുണ്ട്. HRM give support to develop and maintain the cordial relationship between labor and management. കൃത്യമായ കോർഡിനൽ റിലേഷൻഷിപ്പിനെ പറയുന്ന കൃത്യമായ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് HRM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റും ലേബറും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, HRM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM-ഉം ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് HRM ആണ്. ഒന്ന് എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. HRM റിക്രൂട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് HRM ആണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യത്തിനുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്, ഹയർ ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്, നമ്മൾ ഒരു തെരഞ്ഞെടുക്കുന്നത്. നമ്മളെ സ്ഥാപനത്തിന് വേണ്ട എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്, HRM ആണ്. അക്ഷയ ലേറ്റ് ആയിട്ടാണ് കയറിയത്. അത് മനസ്സിലാവാത്തയാണോ? റിക്രൂട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. നമ്മളുടെ സ്ഥാപനത്തിൽ ഒരുപാട് വേക്കന്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ടാവും. അപ്പൊ ആ വേക്കന്റ് ആയിട്ടുള്ള പൊസിഷൻസിലേക്കൊക്കെ നമ്മുടെ എംപ്ലോയീസിന് കറക്റ്റ് ആയിട്ടുള്ള നല്ല റാങ്ക് ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തം ആർക്കുണ്ട്, HRM-നുണ്ട്. റിക്രൂട്ട്മെന്റ് നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്റർ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണെന്ന് തോന്നുന്നു. അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സെലക്ട് ചെയ്യുക, നമ്മൾ സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ട എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക. അത് റീഡ് ചെയ്തേ പറഞ്ഞിട്ടുള്ളത്.
റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമ്പയക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ബാക്കിയുള്ള കുട്ടികളോ റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാണ്. അതിൽ കുറച്ച് മിസ്റ്റേക്ക് എന്നല്ല, രണ്ടൊന്ന് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. നമ്മളത് ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മള് ഫങ്ഷൻസ് ഓഫ് HR പറയുന്നത് കേട്ടോ. അപ്പൊ അതില് നമ്മുടെ മാനേജ്മെന്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ റിസോഴ്സ് മാനേജ്മെന്റിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നും ആൻഡ് നെക്സ്റ്റ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് നമ്മള് എന്തോ നിങ്ങളുടെ ബുക്കിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ കയ്യിലുള്ള PDF-ലും ഈ PDF-ല് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നേ കേട്ടോ. ചിലത് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ബുക്കിലുണ്ടോ ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും പേഴ്സണൽ മാനേജ്മെന്റും അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന്? നിങ്ങളതൊന്നും പറയാത്തെ? നിങ്ങളുടെ ബുക്കിലുണ്ടോ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങിന് താഴെയായിട്ട് ഈ 2 പോയിന്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. എന്തെങ്കിലും ഇല്ല, അതുകൊണ്ടാ. ഓക്കെ, അപ്പം അത് രണ്ടൊന്ന് ആഡ് ചെയ്തേക്ക്. ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് പേഴ്സണൽ മാനേജ്മെന്റ്. ഞാനൊന്ന് റീഡ് ചെയ്യാം, അപ്പൊ മനസ്സിലാവും. We have already defined HRM. നമ്മൾ HRM നെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. The definition of HRM is based on what managers do. എന്താണ് മാനേജേഴ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് HRM എന്ന് പറഞ്ഞത്. The function performed by the managers are common to all organizations. അപ്പൊ HRM ചെയ്യുന്ന ഫങ്ഷൻസ് ഏകദേശം എല്ലാ ഓർഗനൈസേഷനും കോമൺ ആയിട്ടുള്ളതാണ്. എന്നിരുന്നാലും for the convenience of study, the functions performed by resource management can broadly classified into 2 categories. നമുക്ക് പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ റിസോഴ്സ് മാനേജ്മെന്റ് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും രണ്ട് പേഴ്സണൽ മാനേജ്മെന്റും ആണ്. എന്താണ് ഫസ്റ്റത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും രണ്ടാമത്തത് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റും ആണ്. ഓക്കെ, ഒന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും രണ്ടാമത്തെ പേഴ്സണൽ മാനേജ്മെന്റും ആണ്. ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാട്ടോ. ഫസ്റ്റ് നമ്മള്
നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ റിസോഴ്സ് മാനേജ്മെന്റിനെ ബ്രോഡർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നും ഒന്ന് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ്. ഓക്കെ, അതിന്റെ ഫങ്ഷൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഒരു 7 ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്ലാനിങ് ആണ്, നെക്സ്റ്റ് സ്റ്റാഫിംഗ്, ദെൻ ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ്, മെയിൻറ്റെയിനിങ്, മാനേജിങ് റിലേഷൻഷിപ്പ്, അറ്റ് ലാസ്റ്റ് ഇവാലുവേറ്റിംഗ് ആണ്. ഓക്കെ, നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. പ്ലാനിങ് ആണ്. പ്രിപ്പയറിംഗ് പ്ലാൻ എന്താ ചെയ്യുന്നത്? ഭാവിയിലേക്കുള്ള റിക്വയർമെന്റ്സ് നീഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുൻകൂട്ടി കാണാണ് എന്ത് പ്ലാൻസ് എന്ന് പറയുന്നത്. പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ HR നീഡ്സ് ഇൻ ലൈറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്, strategies and internal strategies, and internal strength and weakness, including its structure, culture, technology, and leadership. ഇത് മനസ്സിലായിട്ടില്ലാന്ന് എനിക്കറിയാം. നോക്കാം. HR നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ എന്താ പറയുക, നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തുള്ള എൻവയോൺമെന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മളുടെ മിഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടത്, നമ്മൾ എന്ത് സ്ട്രാറ്റജീസ് ആണ് ഫോളോ ചെയ്യുന്നത്, ഇന്റേണൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതേപോലെ ഇന്റേണൽ സ്ട്രെങ്ത് എന്താണ്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള വർക്ക് ഫോഴ്സ് ഏത് രീതിയിലുള്ള സ്ട്രെങ്ത് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ആണ്, അവർക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ, അതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ വീക്ക് ആയിട്ടാണോ, അതേപോലെ ആ സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, കൾച്ചർ എങ്ങനെയാണ്, നമ്മൾ എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, ഹാൻഡ്മെയ്ഡ് ആണോ, അല്ലെങ്കിൽ കൂടുതലായിട്ട് വർക്കേഴ്സിനെ യൂസ് ചെയ്യാണോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ മെഷീൻസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ ലീഡർഷിപ്പിനെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഭാവിയിലേക്ക് വേണ്ട HR റിക്രൂട്ട്മെന്റ്സ് അല്ലെങ്കിൽ നീഡ്സുകൾ കണ്ടെത്തും. നമുക്ക് ഇന്ന സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യേണ്ടതുണ്ട്, ഇന്ന ഏരിയയിൽ നമ്മൾ വീക്കാണ്. സോ അതിന് വേണ്ടിയിട്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഏതൊക്കെ ഏരിയയിലാണ് ഇപ്പൊ അക്കൗണ്ട്സ് ആണ് കുറച്ചും കൂടി വീക്ക് എങ്കിൽ നമ്മൾ എന്ത് പറയും, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഇത്തിരി വീക്കാണ്, സോ നമുക്ക് ഒരു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റിനെ നമുക്ക് വേണം. അല്ല ഇനിയിപ്പോ മാർക്കറ്റിംഗ് ആണെങ്കിൽ നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജറിനെ വേണം. അപ്പൊ അത് നമ്മൾ നോക്കിയിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ഏത് ഏരിയ ആണ് നമ്മൾ വീക്ക് ആയിട്ടുള്ളത്, ആ ഏരിയയിലേക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ എന്ത് ചെയ്യും, നമ്മൾ റിക്രൂട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാഫിന് വേണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും, പ്ലാൻ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് സ്റ്റാഫിനെയാണ് റിക്രൂട്ട്മെന്റ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് എന്ത്, സ്റ്റാഫിംഗ്. obtain the people with appropriate skill, ability, knowledge and experience to fill jobs in work organization. നമ്മളുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കില്ലുള്ള, നല്ല എബിലിറ്റീസ് ഉള്ള, നോളജ് ഉള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യും, ഒബ്റ്റെയിൻ ചെയ്യും, റിക്രൂട്ട് ചെയ്യും. Key practice are human resource planning, job analysis, recruitment and selection. നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യുക, ഇന്ന ജോബിലേക്ക് ഇന്ന എംപ്ലോയീസിനെ വേണം, ജോബ് അനാലിസിസ് ചെയ്യുക, അവർ എന്തൊക്കെ വർക്ക് ചെയ്യണം, അവർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, ദെൻ അവരെ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇത്രയും പ്രോസസ് എവിടെ വരുന്നുണ്ട്, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത എംപ്ലോയീസിന് ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് അത്രയും സ്കിൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ട ഡെവലപ്മെന്റും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യണം. എന്തൊക്കെ സ്കില്ലാണ് ഈ ജോബ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് വേണ്ടത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഡെവലപ്മെന്റ് ആണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. അനലൈസ് ദ ലേണിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയീസ് possess the knowledge and the skill to perform satisfactory in their jobs or to advance in the organization. നമ്മുടെ ഓർഗനൈസേഷനിൽ ആ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ട നോളജ്, എക്സ്ട്രാ നോളജ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്കില്ല് വേണമായിരിക്കും.
അതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലേണിംഗ് റിക്വയർമെന്റ്സ് അത് പഠിപ്പിച്ചാൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? HR-നാണ്. Perform the appraisal. Performance appraisal can identify employee key skill and competency. നമ്മൾ അദ്ദേഹത്തിന്റെ ജോബ് വിലയിരുത്തുമ്പോൾ, പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കീ സ്കിൽസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ കോമ്പിറ്റൻസി എന്തൊക്കെയാണ്, എന്തൊക്കെ ജോബ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കോമ്പിറ്റന്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടും. സോ അത് നോക്കിയിട്ട് വേണം അദ്ദേഹത്തിന് എക്സ്ട്രാ സ്കില്ലോ ട്രെയിനിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി മോണിറ്ററിംഗ് ആണ്. ദ ഡിസൈനിങ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിവാർഡ് സിസ്റ്റം. ഇവിടെ മോണിറ്ററിംഗ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ട റിവാർഡ്സുകൾ കറക്റ്റ് ആയിട്ട് റീസണബിൾ ആയിട്ടുള്ള പേ നമ്മൾ കൊടുക്കണം. നമ്മൾ ആ ജോബ് ചെയ്യുന്നതിന് റീസണബിൾ ആയിട്ടുള്ള എന്ത് കൊടുക്കണം? വേജ് ആണെങ്കിൽ വേജ്, സാലറി ആണെങ്കിൽ സാലറി കൊടുക്കണം. HR practice include job evaluation, performance appraisal, പേ ആൻഡ് ബെനിഫിറ്റ്സ്. നമ്മളുടെ ജോബ് ഇവാലുവേറ്റ് ചെയ്യുക, അതേപോലെ അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യുക, അപ്രൈസ് ചെയ്യുക, ഓരോ ആൾക്കാരെ പെർഫോമൻസും ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസും വിലയിരുത്തുകയും അവർക്ക് റൈറ്റ് ആയിട്ടുള്ള എമൗണ്ട് പേയും ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ബെനിഫിറ്റ്സിൽ നമുക്ക് ബേസിക് പേ കൂടാതെ ചിലപ്പോൾ DADRS അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ ഫണ്ട്, പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള അതർ സർവീസുകൾ അല്ലെങ്കിൽ അതർ എന്താണ് ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ഇനി മാനേജിംഗ് റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു, എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം, എംപ്ലോയീസ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? HR-നാണ്. Encompasses a large of employees involvement and participation schemes in non-union or union workplace. യൂണിയൻ ഉള്ളതോ അല്ലാത്ത വർക്ക് പ്ലേസിലായാലും നല്ല ഒരു റേഞ്ച് ഓഫ് എംപ്ലോയീസിന്റെ ഒരു ഇൻവോൾവ്മെന്റും പാർട്ടിസിപ്പേഷനും നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻ എ യൂണിയൻ എൻവയോൺമെന്റ് ദിസ് ഇൻക്ലൂഡ്സ് നെഗ്ലക്റ്റിംഗ് കോൺടാക്ട് അഡ്മിനിസ്ട്രേറ്റിംഗ് ദ കളക്റ്റീവ് എഗ്രിമെന്റ്സ്. അപ്പോ യൂണിയൻ ഉള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ അവരായിട്ടുള്ള കോൺടാക്റ്റുകളും അതേപോലെ കളക്റ്റീവ് എഗ്രിമെന്റ്സും നോക്കി നടത്തുക. കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്, യൂണിയനായിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, കറക്റ്റ് ആയിട്ടാണ് അവർ പറയുന്ന ഡിമാൻഡ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? HR-നുണ്ട്. ഇവാലുവേറ്റിംഗ് ആണ് നമ്മൾ ഇനി പറയുന്നത്. ഡിസൈനിങ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ് ദാറ്റ് മെഷേഴ്സ്, ഇവാലുവേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് value-added components of HR practice and the HR system in the organization. നമ്മുടെ ഓർഗനൈസേഷന്റെ ഓവറോൾ ഉള്ള എല്ലാ HR പ്രാക്ടീസുകളും HR സിസ്റ്റത്തെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്യുക, അത് മെഷർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യം എങ്ങനെയാണ്, പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട മാർഗോത്തരവാദിത്തമാണ് HR ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം. അപ്പൊ നമ്മുടെ HR-ന്റെ ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം പറഞ്ഞു നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യുക? റിക്രൂട്ട് ചെയ്യാം. നമ്മൾ വീക്ക് ആയിട്ടുള്ള ഏരിയ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എംപ്ലോയീസ് ഇന്ന പോസ്റ്റിലേക്ക് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സെലക്ടിങ് ആണ്. നമുക്ക് വേണ്ട എംപ്ലോയീസിന് നല്ല റൈറ്റ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ള, എബിലിറ്റി ഉള്ള, നോളജ് ഉള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക, ഒബ്റ്റെയിൻ ചെയ്യുക. അതേപോലെ അവരുടെ ജോബ് എന്താണ്, അതേപോലെ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നത്. ഇനി നമ്മുടെ എംപ്ലോയീസിന്, നമ്മൾ സെലക്ട് ചെയ്ത എംപ്ലോയീസിന് എന്തെങ്കിലും ട്രെയിനിങ്ങോ ഡെവലപ്മെന്റോ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് കൊടുക്കുക. അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് അവർക്ക് ഏതൊക്കെ കീ ഏരിയാസിലാണ് അവർ ബ്രില്യന്റ് ആയിട്ടുള്ളത്, ഇനി ഏതെങ്കിലും ഏരിയയിൽ വീക്ക് ആണെങ്കിൽ ആ ഏരിയനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി മോണിറ്ററിംഗ് പറഞ്ഞത് HR ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എംപ്ലോയീസിന് കറക്റ്റ് ആയിട്ടുള്ള എന്ത് കൊടുക്കുക? പേ ആൻഡ് ബെനിഫിറ്റ്സ് അലൗ ചെയ്യുക. മെയിൻറ്റെയിനിങ്, നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. റിവാർഡ് സിസ്റ്റം. ഓക്കെ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എന്ന് പറയുന്നത് ഒറ്റ പോയിന്റ് ആണ് കേട്ടോ.
നിങ്ങൾ നോക്കുന്നുണ്ടോ? മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് ഒറ്റ പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. റിവാർഡ് സിസ്റ്റം തന്നെയാണ് HR ഡിപ്പാർട്ട്മെന്റ് എന്താണ് ജോബ് ഇവാലുവേറ്റ് ചെയ്യും, അവരുടെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യും, പ്രോപ്പർ ആയിട്ടുള്ള പേയും ബെനിഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മാനേജിങ് റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പോൾ യൂണിയൻ നോൺ യൂണിയൻ ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റ് ആവട്ടെ, യൂണിയൻ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആവട്ടെ, നമ്മുടെ എംപ്ലോയീസിന് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡിസിഷൻ മേക്കിംഗ് കാര്യത്തിലാവട്ടെ, എന്തൊരു കാര്യത്തിലും അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തീരുമാനം അവരായിട്ട് ടേക്ക് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കുക. ഇവാലുവേറ്റിംഗിൽ നമ്മൾ എന്താ പറയുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസീസും പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് രണ്ടായിട്ട് നമ്മൾ മൊത്തം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റ്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ എന്താണ് ഫങ്ഷൻസ് ആണ് ട്ടോ. റീഡ് ചെയ്ത് നോക്കിയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ലാസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടിലെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്തോ? ഞാൻ മൺഡേ എടുത്ത പോർഷനിലെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പോ ബാക്കി പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു ഓൾ.